Good evening, Miss. Good evening. Good evening, ma'am. Good evening. നമ്മൾ 5 പേരേ ഉള്ളൂ. ക്ലാസ് ഇല്ലാന്ന് വല്ല വിചാരിച്ചിട്ടാണോ ആരും വരാത്തെ? Good evening. Good evening, ma'am. Good evening. Okay, we will start. Okay, we can start with a silent prayer. Okay, Rinja, are you ready to give prayers? Or else hand raise കണ്ടു അതുകൊണ്ട് ചോദിച്ചാണേ. Okay, fine. Okay. Last class, not the last class. I think last 2 weeks we were telling like we can do a sign in our class. When you people are coming to the class after the prayer, everybody has to sign in. പ്രയറിന് ശേഷം എല്ലാവരും ഒന്ന് സൈൻ ഇൻ ചെയ്യാം. അവരുടേതായ ഒരു യുണീക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയില് സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാരെ കൊണ്ട് ചെയ്യിക്കുന്ന പറ്റില്ലാത്ത കാരണം ഓരോ ദിവസവും 2 പേര് വെച്ച് എന്റെ ക്ലാസ്സിൽ മാത്രമല്ല നിങ്ങൾക്ക് ആഴ്ചയിലുള്ള 5 days ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകളിലും ഒരു സൈൻ ഇൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ എനിബഡി ഈസ് ready to give signing today? Any two?
Any two? ആരെങ്കിലും രണ്ടുപേര് സൈൻ ഇൻ ഒന്ന് ചെയ്യാമോ? ആരുമില്ലേ? ആരുമില്ല? മനസ്സിലായി. Sorry. Okay, anyone is ready? No? നമ്മൾ കേട്ടിട്ടില്ലേ റേഡിയോ ജോക്കി ഒക്കെ പറയുന്നത്? അത് ഓഡിയോ മാത്രമേ നമ്മൾ കാണുന്നത്. അതുപോലെ വീഡിയോ ജോക്കീസ് ചെയ്യുന്നത് നമുക്ക് ഓഡിയോയും വീഡിയോയും കാണാം. ആക്ച്വലി അതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു സൈൻ ഇൻ ചെയ്യാന്നുള്ളത്. ആരുമില്ല? ഓക്കെ ഫൈൻ. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ, നമ്മുടെ ടോപ്പിക്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് മോണ്ടിസോറി ടേംസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോ എക്സാമിന്റെ കാര്യത്തില് ടെൻഷൻ ഒക്കെ കുറച്ച് പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സീരിയസ് ആയിരിക്കണം എക്സാമിനെ കുറിച്ച്. വെച്ചിട്ട് ഭയങ്കരമായിട്ട് എക്സ്ട്രാ കൂൾ ആവണം എന്നും പറയുന്നില്ല, പക്ഷെ കൂൾ ആയിരിക്കണം. കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സാമിന് അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കാണാതെ പഠിക്കുക, ബൈഹാർട്ട് ചെയ്ത് മക്കപ്പ് ചെയ്ത് അങ്ങനെയൊന്നും അങ്ങനെ എക്സാം എഴുതേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. ദിസ് ഇസ് നോട്ട് എ സബ്ജക്ട്. ഇതൊരു ലൈഫ് ലേണിംഗ് പ്രോസസ് ആണ്. ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ യു. അങ്ങനെ പഠിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഫഷന് ഫിറ്റ് അല്ല എന്ന് ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. സ്കൂളുകളിലൊക്കെ പഠിച്ച പോലെ ഇത് കാണാതെ പഠിച്ച് പോയിന്റ് ആയിട്ട് പഠിച്ച് കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് പ്രൊഫഷൻ എന്നേ ഞാൻ പറയും. തുടക്കം തുടങ്ങിയ പറഞ്ഞിരുന്നു, അങ്ങനെ പഠിക്കരുത്. ഇതൊരു തിമാറ്റിക് ലേണിംഗ് ആണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും അപ്ലൈ ചെയ്ത് സൊസൈറ്റിക്ക് നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണ്. തിമാറ്റിക് ലേണിംഗ് ആണ്, ലൈഫ് ലേണിംഗ് പ്രോസസ് ആണ്, സബ്ജക്ട് സ്റ്റഡിങ് അല്ല. ആ രീതിയിൽ മോണ്ടിസോറി കോഴ്സിനെ കാണരുത്. നമ്മൾക്കൊരു ലൈവ്ലിഹുഡ്, നമ്മൾക്കൊരു ഇൻകം സോഴ്സ്, ഒരു ജോബ് വേണം, കറക്റ്റ് ആണ്. അതൊരു സൈഡില്. പക്ഷെ നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. ഒരു ജോലി പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ചായിരിക്കും ഈ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ വൺസ് നിങ്ങൾ ഇതിനകത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ you have to learn that this is not a subject, this is a theme. ഇത് മറ്റുള്ളവരിലേക്കും നമ്മളിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പോകുന്ന ലൈഫ് ലേണിംഗ് പ്രോസസ് ആണ്. നമ്മുടെ ലൈഫ് ജേർണിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇത് കൊണ്ടുപോവാണ്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് ഒരു എക്സാം വന്നു കഴിഞ്ഞപ്പോ എക്സാം എന്തായാലും നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റുകൾ തരുന്നത് MCQ ആണ്. എക്സാമിന്റെ പാറ്റേണും MCQ ആയിരിക്കും. പഠിച്ച നമ്മള് കടന്നു പോയ ആ പോർഷനിലൂടെ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ PDF-ൽ അതില്ലല്ലോ എന്ന് ചോദിച്ചാരും വരരുത്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന പല എക്സാം വരുന്നത് മൊഡ്യൂളിന്റെ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾസ് അങ്ങനെയാണ് വരുന്നത് നമ്മൾ ടേം പോലെ. ഫസ്റ്റ് മോഡ്യൂൾ അങ്ങനെയാണ്. മോഡ്യൂൾ 1 കഴിയുമ്പോ എന്തായാലും എക്സാംസ് നടത്തുവാണ്. പിന്നെ ഫൈനൽ എക്സാം മേ ബി സബ്ജക്ട് പോലെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. അത് നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണല്ലോ. അപ്പൊ ഇങ്ങനെ കാണാതെ പഠിക്കുക, അങ്ങനെ ആ രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. അങ്ങനെ നമുക്കൊരു മെയിൻ എക്സാം അല്ലല്ലേ വരുന്നത്? ഇപ്പൊ September 7th തുടങ്ങുന്നത് മെയിൻ എക്സാം അല്ലല്ലോ. ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു ടേം എക്സാം പോലെ ഇങ്ങനെ. നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ പോലെ തന്നെ നമ്മൾ ചെയ്യുവാണ്. അല്ലെങ്കിൽ നമ്മളൊരു മോഡ്യൂൾ കഴിഞ്ഞ് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ ഒരു ഐഡിയ ഇല്ലാണ്ട് മോഡ്യൂൾ 2-ലോ മോഡ്യൂൾ 2 നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആണ്, അതിലേക്ക് പോകാനായിട്ട് പറ്റില്ല മോഡ്യൂൾ 2-ലേക്ക് ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഇത് നമ്മളുടെ തലയിൽ വേണം. സാധാരണ നമ്മൾ ഒരു സബ്ജക്ട് എക്സാം, ഇപ്പം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അങ്ങനെ എഴുതുവാന്ന് വിചാരിച്ചോ. ഫിസിക്സ് കഴിഞ്ഞ് വന്നു, നെക്സ്റ്റ് കെമിസ്ട്രി ആണ്. അപ്പൊ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് ഫിസിക്സിനെ അങ്ങ് കളയും, എന്നിട്ടാണ് നമ്മൾ കെമിസ്ട്രിക്ക് പോയിരിക്കുന്നത്. നമ്മളുടെ മോണ്ടിസോറി അങ്ങനെയല്ല. വാട്ട് എവർ വി ആർ ലേണിംഗ് ഫ്രം ദ ബിഗിനിങ് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. നിങ്ങൾ ആദ്യം ഒരു കുട്ടിയുടെ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ, ഹാബിറ്റ്സ്, മാനേഴ്സ്, ഹെൽത്ത് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു. അത് ഫിസിക്കൽ ഹെൽത്ത് പഠിച്ചു, പിന്നെ അത് മെന്റൽ ഹെൽത്ത് ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ നെക്സ്റ്റ് വന്നപ്പോഴേക്കും ഡെവലപ്മെന്റ്. ഒരു കുട്ടി അമ്മയുടെ വൂമ്പിൽ ഗർഭപാത്രത്തിലുള്ളപ്പോ തുടങ്ങിയുള്ള ഡെവലപ്മെന്റ് തുടങ്ങി ഓരോരോ ഏജ് ഡെത്ത് വരെയുള്ള ഡെവലപ്മെന്റ് സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് നമ്മൾ വരുക. അതും കൺവെൻഷൻ നമ്മളുടെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പഠിച്ചിരിക്കണം എന്നും അറിയാം, മോണ്ടിസോറിക്ക് അറിയാം. അതുകൊണ്ടാണ് ആ രീതിയിൽ പാറ്റേൺ വന്നത്. അങ്ങനെ മോണ്ടിസോറി മെത്തേഡ്സും കൺവെൻഷണൽ മെത്തേഡും നമ്മുടെ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഒരു മോണ്ടിസോറി സ്കൂളില്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ എന്തൊക്കെ നടക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി. അങ്ങനെ വന്നു നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് പോകുമ്പോഴാണ്. പിന്നെ ഇതിനകത്തൊരു ചെറിയ പാർട്ട്, അതായത് പാർട്ട് 4 നിങ്ങൾക്ക് അശ്വതി മിസ്, ശരണ്യ മിസ് എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചെല്ലുവാണെങ്കിൽ, നമ്മളിപ്പോ മോണ്ടിസോറി സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ. ഏത് സ്കൂൾ തന്നെയാണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ രീതികള്, ഓഫീസ് എങ്ങനെ, സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെ, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അങ്ങനെ പല പല കാര്യങ്ങളും, അടുത്ത പ്രിമിസസ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സ്കൂൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട് ശരിക്കും. ഞങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാനുണ്ടായിരുന്നു സ്കൂളിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് വരയ്ക്കാനായിട്ട്. സ്കൂളിലെ ക്ലാസ് റൂം എവിടെ, വാഷ്റൂം എവിടെ, പ്ലേ ഏരിയ, നമ്മള് എന്താ പറയാ ആർക്കിടെക്റ്റുകൾ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കില്ലേ, അതുപോലെ സ്കൂളിന്റെ വരയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങളത് പ്രാക്ടിക്കലി വരച്ചു. നിങ്ങൾക്ക് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല, MCQ ആണ് വരുന്നെങ്കിൽ പ്രാക്ടിക്കലി വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അസൈൻമെന്റ് ആയിട്ട് തരാനായിട്ട് പറ്റും. സ്കൂളിന്റെ പ്ലാനിങ് വരച്ചു കാണിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയാണ് ആ പാർട്ട് 4, ഐ തിങ്ക് പാർട്ട് 4 അവരിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ട് 3-ലെ ഈ ഒരു മെയിൻ ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 4-ഉം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ സെഷൻ, ഇംഗ്ലീഷിന്റെ സാർ എന്തോ എടുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന് പ്രിപ്പയർഡ് ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഓണം ആ ഒരു വെക്കേഷന് മുമ്പ് പരീക്ഷ കഴിയുവാണെങ്കിൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ആകെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് പാരന്റ്സ് പറഞ്ഞു കുട്ടികൾക്ക് ഓണം എക്സാം ഉണ്ട്, അവരെ പഠിപ്പിക്കണം, നമുക്കിത് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനൊരു മിക്കവാറും ഓണത്തിന് മുമ്പ് നടത്താനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാഡം ഞങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് 1 വീക്ക് സ്റ്റഡി ലീവ് എന്നോ പറഞ്ഞിട്ടൊരു 1 വീക്ക് തരണമെന്നും മാം പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം. ഇതങ്ങനെ വിചാരിച്ചാലും പഠിക്കല്ലേ, അങ്ങനെ ഒരു ടെൻഷനൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾ എക്സാമിന് പോയത് നമുക്ക് അറിയില്ല എങ്ങനെയാ വരുന്നതെന്ന്. നമ്മള് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്തു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്.
നമ്മൾക്ക് ഫീൽ, അതായത് ഓരോ കുട്ടിയുടെ ആൻസർ ശരിയാ. ആ രീതിയിലായിരുന്നു ഞങ്ങളുടെ എക്സാം. ഇപ്പം വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു കുട്ടി ബെഗ്ഗി എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് തോന്നും? ഇപ്പൊ എന്റെ വ്യൂസ് ആയിരിക്കില്ല വേറൊരാൾ എഴുതുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ വ്യൂസ് ആണ് ആൻസർ, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആൻസർ അല്ല. ക്ലിയർ ആയോ? ഇപ്പൊ സ്കൂളിന്റെ സ്ട്രക്ചർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് വെച്ച് വരച്ചു. അതിൽ തന്നെ പലരും ചിലപ്പോൾ ഇംപ്രൊവൈസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ ഇതിനെ കണക്കാക്കല്ലേ. ഞാൻ 6 മന്ത് ആയപ്പോഴും ടോട്ടൽ എത്ര മാർക്കാണ് അതിനെ പറ്റി പറയാട്ടോ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം പല പല ടീച്ചേഴ്സ് അല്ലേ എടുക്കുന്നേ. അപ്പൊ ഓരോരുത്തർ എത്ര മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കണേ. പറയാം, ഫോൺ ചെയ്യും. സോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹോർമോൺസ് ആയിരുന്നു നമ്മൾ എടുത്തത് അല്ലെ. ഹോർമോൺസ് ശരിക്കും ഒരു വൈറ്റൽ എനർജി ആയിട്ടാണ് മറിയ മോണ്ടിസോറി ഹോർമോൺസിനെ കണ്ടത്. ആ വൈറ്റൽ എനർജി ഒരു പോസിറ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി പ്രിപ്പയർ ചെയ്യിക്കുക. അതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. പല കുട്ടികളും പല രീതിയിലായിരിക്കും ചെയ്യുക. ചിലർ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും, ചിലർ പതുക്കെ വെച്ച് നിർത്തുന്നു, അവർക്കൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും. അതാണ് നമ്മൾ ഒബ്സർവർ ആയിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി ഗുഡ് ഒബ്സർവർ ആയിട്ടിരിക്കണം എന്നാ പറയുന്നത്. ചില കുട്ടികളെ ഇന്റർഫെയർ ചെയ്യരുത്, ചില കുട്ടികൾക്ക് ആവശ്യം വരും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മളുടെ മൂവ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹോർമോൺസിന്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതിനകത്ത് പറയുന്നത് അതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ അടുത്ത് നീം എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. അത് ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, മറിയ മോണ്ടിസോറി ജർമ്മൻ ആണ്. സോ അവരുടെ എല്ലാത്തിനും ഒരു ജർമ്മൻ വേർഡ് കണക്ട് എടുത്ത് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്യുമ്പോൾ ഒരു കൂടുതലും അതർ ലാംഗ്വേജ് ദാൻ ഇംഗ്ലീഷ് ചില വേർഡുകൾ അവർ യൂസ് ചെയ്യും. അപ്പൊ എന്ന് പറയുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫോം ഓഫ് മെമ്മറിയാണ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻട്രോ വന്നിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് ഫസ്റ്റ് 3 years ഓഫ് ലൈഫ്, ബർത്ത് തുടങ്ങി 3 വയസ്സ് വരെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മറി, ആ ഒരു സ്റ്റേജ് ആണ് അത്. ആഫ്റ്റർ 3 years അത് ഗ്രാജുവലി റീപ്ലേസ് ചെയ്യുവാണ് എന്തായിട്ട്? കോൺഷ്യസ് മെമ്മറി ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതല്ലേ നമുക്ക് ചിലപ്പം ചിലത് 3 വയസ്സിനുള്ളിൽ നടന്ന ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ ചിലതൊക്കെ നമ്മൾ ഒരു 95% നമ്മൾ മറന്നിട്ടുണ്ടാവും. നമുക്ക് 3 yearsനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ 3 years നമ്മുടെ കോൺഷ്യസ് മെമ്മറി ആയി കഴിഞ്ഞു. ആഫ്റ്റർ 3 years നമ്മൾ കോൺഷ്യസ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരും. ഇത് വായിക്കാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ ഒന്ന് വായിക്കും. ഹോം പോലെ തന്നെ, ഹോർമോൺസിന്റെ പോലെ തന്നെ കുറച്ചധികം ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് പേജില് ഇത് വായിച്ച് നെക്സ്റ്റ് പാരഗ്രാഫ് വരുന്നുണ്ട്. അത് അവസാനിക്കുന്ന വരെ മാമൽസ് വരെയും ഒരാൾ വായിച്ചാൽ മതി. സ്ക്രോൾ ചെയ്യുക. ആരാ വായിക്കാൻ റെഡി ആയിട്ട് വരാം? This is genetic memory, an unconscious memory reproducing the past and the preserving all experience of the beings before us. All living beings have this, both plant and animal life. This memory of race exists in every being to reproduce his kind and repeat the same ways of life. For example, each species of birds builds a different kind of nest. Ma'am, only for me and with level. But within one species, the nest will be same. There are two kinds of name. One, the physical kind. Secondly, all life forms, plant, animals, and man. This grant them to reproduce their kind. Then there is a psych name which is a different form from animals and man. The plant life has none. In animals, this is called instinct. This is the same from generations to generation for the most part, but it is not absolute or completely rigid. Instinct can be modified according to the plight of the environment. That is, animals always reproduce their own species
but unless there is a possibility of adaptation, the species is bound to die. As an example, take dinosaurs. They were huge and powerful, but they could not adapt to the coming of the cold ice age. They died out and were replaced by the more malleable mammals. This possibility of adaptations of instinct is equal to adaptability of man through his genes. മുഴുവൻ Human genes, വായിക്കണോ? മനസ്സിലായി, മുഴുവൻ വായിക്കുവാണോ? ഇവിടെ വരെ വായിക്കേണ്ട മമ്മൽസ് വരെ മതിയായിരുന്നു. മമൽസ് മതി, ഞാനൊന്ന് പറഞ്ഞിട്ട് ബാക്കി വായിച്ചാലും മതി. ഓക്കെ ഓക്കെ. സോ ഇതൊരു പ്രിവാലന്റ് ഫോം ഓഫ് മെമ്മറി ആണ്. ലൈക്ക് നമ്മളുടെ 3 years, അവിടെ ഏജ് പറഞ്ഞിട്ടില്ല, അങ്ങനെ 3 years ഓഫ് ലൈഫ്. അതിനുശേഷം ഇതൊരു അൺകോൺഷ്യസ് മെമ്മറി എന്ന് നമുക്ക് അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ആഫ്റ്റർ 3 years അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് റീപ്ലേസ്ഡ് ആവുകയാണ്. അപ്പൊ ഈ ഒരു സമയം എല്ലാ ലിവിങ് ബീയിങ്സിനും ഇതുണ്ടെന്നാ പറയുന്നത്. നമ്മൾക്ക് പ്ലാന്റ് ലൈഫും ഉണ്ട്, പ്ലാന്റ്സിനും ലൈഫ് ഉണ്ടല്ലോ, അനിമൽ ലൈഫും ഉണ്ട്. പ്ലാന്റ് ലൈഫ് എന്ന് പറയുന്നത് ഫ്ലോറ, അനിമൽ ലൈഫ് എന്ന് പറയുന്നത് ഫോൺ. അപ്പൊ ബോത്ത് രണ്ട് പുതിയ വേർഡ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടൊക്കെ തോന്നും. അപ്പൊ ബോത്ത് ഫ്ലോറയ്ക്കും ഫോണയ്ക്കും ഈ ഒരു ലൈഫ് ഉണ്ട്. ബോത്ത് ഹാവ് ലൈഫ്, ലിവിങ് തിങ്സ് തന്നെയാണ്. പിന്നെ ഓരോ ലിവിങ് തിങ്സും അവരുടെ വേ ഓഫ് ലിവിങ് ഡിഫറെന്റ് ആണ്. ഈവൻ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് തന്നെ വേ ഓഫ് ലൈഫ് ഡിഫറെന്റ് ആണ്. പല റീജിയനിലുള്ളവരുടെ വേ ഓഫ് ലൈഫ് ഡിഫറെന്റ് ആണ്. പല കൺട്രീസിലുള്ളവരുടെ വേ ഓഫ് ലൈഫ് ഡിഫറെന്റ് ആണ്, അല്ലെ? പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് വേ ഓഫ് ലൈഫ് ഡിഫറെന്റ് ആണ്, കൾച്ചറിനനുസരിച്ച് വേ ഓഫ് ലൈഫ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് അങ്ങനെ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഓരോ സ്പീഷീസ്, ഈ ബേർഡ്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവര് ഡിഫറെന്റ് കൈൻഡ് ഓഫ് നെസ്റ്റ് ഉണ്ടാക്കും. ചിലരിങ്ങനെ ഇപ്പൊ കാക്കയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കും. ചിലര് ചെറിയ ഈ അടയ്ക്കാക്കിളികളൊക്കെ ചെറിയ നാര് വെച്ചുണ്ടാക്കും. ചിലര് മരത്തിന്റെ അവിടെ ചെറിയ പോട് പോലെ ഉണ്ടാക്കിയിട്ട് ദേ വിൽ മേക്ക് നെസ്റ്റ് ദെയർ. അങ്ങനെ ഓരോ ബേർഡ്സും ഓരോ രീതിയിൽ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ നമ്മളുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള വീടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ആസാമിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും. അവരൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലായിരിക്കും വീടുണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ആ രീതിയിലൊക്കെ അങ്ങനെ പല നെസ്റ്റുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്താ? ഷെൽട്ടർ. പർപ്പസ് ഒന്ന് തന്നെയാണ്, ഷെൽട്ടർ, അല്ലെ? അപ്പൊ ഈ നീം എന്ന് പറയുന്നത് പല ലിവിങ് തിങ്സിനും പല രീതിയിലായിരിക്കും നീം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് നീം ഇപ്പൊ അൺകോൺഷ്യസ് മെമ്മറിയാന്ന് പറഞ്ഞു. പല ലൈഫ് ഫോംസ് ഉണ്ട്, പ്ലാന്റ്, അനിമൽ, മാൻ. ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഈ മെമ്മറിയുടെ പല ലെവൽസ് ആയിരിക്കും ഓരോന്നിനും. ഇത് തന്നെ ഫിസിക്കൽ, നമ്മളിപ്പോ പറഞ്ഞു, നമ്മളുടെ ഡെവലപ്മെന്റ് പഠിച്ചപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഡെവലപ്മെന്റും ഉണ്ട്, മെന്റൽ ഡെവലപ്മെന്റും ഉണ്ട്. മെമ്മറിയും അതുപോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കാം. ഫിസിക്കൽ മെമ്മറി, സൈക്കിക് മെമ്മറി, മെന്റൽ ആയിട്ടുള്ള മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന മെമ്മറി. അത് നോക്കുമ്പോൾ അനിമൽസിനും പ്ലാന്റ്സിനും ഹ്യൂമൻ ബീയിങ്സിനും ഡിഫറെന്റ് ആണ്. അങ്ങനെ ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഈ മെമ്മറിയുടെ ലെവൽസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോ അനിമൽസും, ഇതിനകത്ത് പറയുന്നത് ഓരോ അനിമൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടേതായ സ്പീഷീസ് തന്നെയാണ്. അപ്പോൾ ഡിഫറെന്റ് ലിവിങ് ബേസിനനുസരിച്ച് ഇവരുടെ ജനറേഷനില് ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ പറയാറില്ലേ, ഈ ഫുഡ് ഹാബിറ്റ്സും പിന്നെ ആ ഒരു റൊട്ടീനൊന്നും കറക്റ്റ് ആവാതെ വരുന്നത് കൊണ്ട് യൂത്തില് ഭയങ്കരമായിട്ട് ഇൻഫെർട്ടിലിറ്റി വരുന്നു, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് ഓരോ ജനറേഷൻ മാറുമ്പോൾ ഇഷ്യൂസ് അങ്ങനെ മാറി മാറി വരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് എടുത്താണ് പലർക്കും കുട്ടികൾ ഉണ്ടാകുന്നത്, ചിലർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്നു. അവരുടെ ഹാബിറ്റ്സ്, മീൻസ് ലിവിങ് സ്റ്റൈലൊക്കെ മാറുന്നതിനനുസരിച്ച് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് വരുന്നു.
ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞ ഡിനോസറിന്റെ കേസാണ്. അപ്പൊ ഡിനോസോഴ്സ് ഭയങ്കര ഇതായിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഐസ് ഏജ് വന്നപ്പോൾ ആ ഒരു കോൾഡ് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതവർക്ക് അതിലവർക്ക് ജീവിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവര് മുഴുവനും ഇല്ലാതാവുകയും അതിന് പകരം വേറെ ഫോമിലുള്ള മാമൽസ് റീജനറേറ്റ് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് അവിടെ ഉണ്ടായത്. അപ്പം എന്താ പറയാ, ഹിസ്റ്റോറിയൻസും അതുപോലെ അതിലെ റിസർച്ച് ചെയ്യുന്നവരും കണ്ടെത്തിയതാണ്. നമ്മൾ മൂവീസിൽ കാണുന്നത് വേറൊരു രീതിയിലാട്ടോ. അത് ഫിക്ഷൻ ആണ്, ഒറിജിനൽ ഇതല്ലല്ലോ. കുറച്ച് ഒറിജിനൽ ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ മൂവി ആയിട്ട് കാണിക്കുമ്പം ഒരു കൊമേഴ്സ്യൽ സൈഡിൽ അവരതൊരു ഫിക്ഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും സംഭവിച്ച അതാണ്. അവർക്ക് വംശനാശം സംഭവിക്കുന്നതിന് കാരണം ആ ഒരു ലിവിങ് എൻവയോൺമെന്റുമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു സുഖത്തില് ഒരു മരണം എല്ലാം ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് അവരുടെ ഒരു ബോഡി നേച്ചർ അതിനനുസരിച്ച് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അത് മാറി ചെറിയ ഫോമിലുള്ള മാമൽസ് ആണ് പിന്നെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ മെമ്മറിയുടെ കേസ് പറഞ്ഞത്. ആ മെമ്മറി നമുക്ക് മാറി റീപ്ലേസ് ചെയ്യുന്നു, ഗ്രാജുവലി റീപ്ലേസ് ചെയ്ത് വേറെ നമുക്കിവിടെ കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറുവാണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വായിച്ചു. ആരാന്ന് വെച്ചാൽ വായിച്ചു? രേഷ്മനാണി? രേഷ്മ വായിച്ചു അല്ലെങ്കിൽ ആർക്കെങ്കിലും? ഞാൻ വായിക്കട്ടെ മാം. Yes. This possibility of adaptations of instinct is equal to adaptability of man through his genes. Human genes, dominant and recessive, are always combining to reproduce new phenotype, new expressions. If the environment changes, some of the recessive genes that now produce intermittent change in humans are not important, could become essential for survival. അടുത്ത വായിക്കട്ടെ. Yes, complete ചെയ്തു. Plants are also adaptable because of the mean they possess. In all cases, adaptation is much easier in the growing being than in the adult. In man's In man's psychic embryo, there are no instincts equal to those of the animals. There are instincts in man, in the physical embryo, regarding heartbeats, digestion, and other lower functions. But there are none in the psychic embryo. They help the beings that have instincts, but they are limited. They can only adapt to a limited degree to any new environment. Take the lion as an example. Although it can adapt to life in a cage, it cannot adapt to the temperature of fiery cold climate without outside help from the man. It is finite to a certain range of latitude on the globe. Man can and does make his habitat anywhere on Earth, from desert to within the Arctic cycle. Instead of instincts, man has potential, which Montessori called nebulae. Man is born free. Okay. So human beings instinct എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇൻസ്റ്റിക്ട്സ് മീൻസ് ഇൻബോൺ പാറ്റേൺ. നമ്മളുടെ ബോഡി, എല്ലാവരുടെയും ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ ഉണ്ടല്ലേ. നമ്മളുടെ ഫിസിക്കലായിട്ട് നമ്മളുടെ ബോഡി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പാറ്റേൺ ഉണ്ട്. ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, ലൈക്ക് ദാറ്റ് ഇൻഡസ്ട്രീൻ ഉണ്ട്, അങ്ങനെ പല പല പാർട്സും ഉണ്ട്. അപ്പൊ അതൊരു ഇൻബോൺ പാറ്റേൺ ഉണ്ട്. അതാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അതുപോലെ തന്നെ നമുക്ക് മെന്റൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, അല്ലെ? മറ്റേത് എല്ലാവർക്കും ഹാർട്ട് ഉണ്ട്, എല്ലാവർക്കും ലങ്സ് ഉണ്ട്, അങ്ങനെ പോകുന്നു. കൈയുണ്ട്, കാലുണ്ട്. എന്തെങ്കിലും ഡിഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കയ്യിനും കാലിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നത്. പക്ഷെ ഹാർട്ട് ഉണ്ട്. ലിവിങ് ആയിട്ട് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോഡി പാർട്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ നമുക്കൊരു മെന്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, ഇത് ഫിസിക്കൽ സ്ട്രക്ചറിന്റെ കാര്യം ആദ്യം പറഞ്ഞത്, ഒരു സൈക്കിക് എംബ്രിയോ ഉണ്ടെങ്കിൽ അതിനൊരു
എല്ലാവർക്കും ഒരേ പാറ്റേൺ ആണ് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ സൈക്കിക് എംബ്രിയോയിൽ നമുക്ക് അങ്ങനെ ഇൻസ്റ്റിങ്സ് ഉണ്ട്, ഒരു ഇൻബോൺ പാറ്റേൺ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അത് ക്യാൻ ചേഞ്ച് അല്ലെ, മാറിക്കൊണ്ടിരിക്കാം. ഇപ്പൊ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ ഇപ്പോഴത്തെ മെന്റൽ സ്ട്രക്ചർ ആയിരിക്കില്ല നമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷം വരുമ്പോൾ ഉണ്ടാവുന്നത്, നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോൾ വരുന്നത്, നമ്മൾ എന്തെങ്കിലും കണ്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കുമ്പോൾ വേറൊരു മെന്റൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ നമ്മുടെ സൈക്കിക് എംബ്രിയോ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ, സൈക്കിക് എംബ്രിയോയ്ക്ക് മാറ്റം ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഫിസിക് എംബ്രിയോ അത് പാറ്റേൺ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം ഹ്യൂമൻ ബീയിങ്ങിന് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെ മോണ്ടിസോറി നെബുലെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതാണ്. മാൻ ഈസ് ബോൺ ഫ്രീ എന്നാണ് മോണ്ടിസോറി പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വലി ഹെൽപ്പ് ആ ഒരു രീതിയിൽ പോകും. അനിമൽസിലും നമുക്കത് റെയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ സംടൈംസ് അനിമൽസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ, ചിലപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട്, അപ്പൊ അവർക്ക് ഭയങ്കര ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ഹെൽപ്പ് വേണ്ടതായിട്ട് വരും. ഇപ്പം ഫ്രീ ആയിട്ട് കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹം, അത് ക്ലൈമറ്റ് ചേഞ്ചസിനനുസരിച്ച് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ ഒരു കേജിൽ അകപ്പെട്ട ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താ പറയാ, അവർക്ക് ഹ്യൂമൻ ബീയിങ്ങിന്റെ സപ്പോർട്ട് വേണം. ഹാൻഡ് റൈസ് ചെയ്തത് എന്തെങ്കിലും ചോദിക്കാനാണോ? ആരൊക്കെയോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ സപ്പോർട്ട്, ഇതെല്ലാം ഹ്യൂമൻ ബീയിങ്സിൽ കുറെ കൂടെ നമ്മൾ കോമൺ ആയിട്ട് കാണും. അനിമൽസിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ അതേസമയം ഒരു വിത്തിൻ ദ ലിമിറ്റ്സിൽ, ലിമിറ്റേഷൻസിൽ ജീവിക്കുന്ന അനിമൽസ് ആകുമ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അതാണ് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ പ്ലാന്റ്സും ഇതുപോലെ തന്നെ. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ അഡാപ്റ്റേഷൻ പറഞ്ഞു. പിന്നെ പ്ലാന്റ്സും അഡാപ്റ്റബിൾ ആണ്. ഈ നീം അവർ പ്രോസസ് ചെയ്യുന്ന നീം വെച്ചിട്ട് പ്ലാന്റ്സും അഡാപ്റ്റബിൾ ആണ്. അപ്പോൾ 3 വയസ്സ് തുടങ്ങിയിട്ടാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുന്നത്. 3 വയസ്സിന് മുമ്പ് അവർക്ക് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ അൺകോൺഷ്യസ് മെമ്മറി കോൺഷ്യസ് മെമ്മറിയിലേക്ക് റീപ്ലേസ് ചെയ്യും. നമുക്ക് കോൺഷ്യസ് മെമ്മറി ഉണ്ടെങ്കിലാണ് ഇപ്പൊ ഇന്നൊരു കുട്ടി വന്നൊരു ആക്ടിവിറ്റി ചെയ്യും, ഇപ്പം ക്ലാസ് ടൈം കഴിഞ്ഞപ്പോഴേക്കും അവൻ അതെല്ലാം തിരിച്ചു വെച്ച് വീട്ടിൽ പോകുന്നു. പക്ഷെ അവന്റെ മെമ്മറിയിൽ ഉണ്ടായി ടു കംപ്ലീറ്റ് ഇറ്റ്, അല്ലെങ്കിൽ അവൻ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഡു ദ സെയിം ഇൻ ദ നെക്സ്റ്റ് ഡേ അങ്ങനെ തോന്നണമെങ്കിൽ അവന് കോൺഷ്യസ് മെമ്മറി അവന് വേണം അല്ലെ, എന്നാൽ മാത്രമാണ് അവനത് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ആഫ്റ്റർ 3 ഇയേഴ്സ് ആകുമ്പോൾ ഈ അൺകോൺഷ്യസ് മെമ്മറി ഗ്രാജുവലി റീപ്ലേസ് ചെയ്യുവാണ് കോൺഷ്യസ് മെമ്മറി ആയിട്ട്. അതല്ലേ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികളോട് ടീച്ചർ ചോദിക്കുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്തു ലാസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് എല്ലാരും കൂട്ടത്തോട് കൂടിയിട്ട് അവർ പറയുമല്ലേ നമ്മൾ ഇതൊക്കെയാ ചെയ്തത്, ടീച്ചർ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഓർത്ത് വെച്ച് അവര് പറയും അല്ലെ. സോ അതാണ് കോൺഷ്യസ് മെമ്മറി ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണ്, റീപ്ലേസ് ചെയ്യുവാണ്. അത് ഗ്രാജുവലി ആണ് ആവുന്നത് എന്ന് മാത്രം. സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ആ ഒരു ടൈമിലെ ടീച്ചർ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. നമ്മുടെ മെമ്മറിയിൽ കുറെ കാര്യങ്ങൾ ആ സമയത്തെ ടീച്ചർ റിലേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ നെബുലെ. നെബുലെ എന്ന് പറയുന്നത് മാനിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞിരുന്നത്. അതിനെ അവര് നെബുലെ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മള് നെബുലെ പലതുണ്ട്, നെബുലൈസർ അങ്ങനെയൊക്കെ പറഞ്ഞത് മെഡിസിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി നെബുലയെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വായിക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും വായിച്ചു. എനിവൺ അരുലി? വായിക്കാം. ഞാൻ വായിക്കാം മാം. 6 month ആയുള്ളൂ ട്രാൻസ്ഫോർമേഷൻ
കേട്ടോ. 1 second നസീമ. വലിയ ആരുടെ ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ പീപ്പിൾ ആർ നോട്ട് ഫിറ്റ് ഫോർ എന്ന് പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ വിചാരിക്കണ്ട. എന്താ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എവരിബഡി ഈസ് ഫിറ്റ് ഫോർ വായിക്കാം. വൺ സെക്കൻഡ് മോണ്ടിസോറി റെസിറ്റേറ്റർ. പക്ഷെ എനിക്ക് അങ്ങനെ ഈ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന ആ ഒരു ഇത് എനിക്ക് എന്റെ ഉള്ളിലേക്ക് അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളുടെ ഇതിന് അത് ചേരില്ല, അത്രേ ഉള്ളൂ. ഓക്കെ നസീമ, സ്റ്റാർട്ട്. Nebulae. In space before the creation of the stars, there existed vast quantities of a substance that was to form the stars. Hydrogen. Dr. Montessori pictured this imperceptible hydrogen floating in the infinite space, filled with what she called home. It was this home caused the principles of hydrogen to coalesce in swirling masses. The nebulae, pushed by the universal unconscious intelligence of home, would sometimes break off and compress further to form a star and later planets. This was the picture Montessori had of the development of instincts in the psychic embryo of man from the potentialities he is born with. For this reason, she called these potentialities nebulae. These nebulae are indistinct, indefinite, but they are waiting for the right moment to go into action. Full വായിക്കണം മാം. For example, a child is not born with a predesigned language, but with the potential to learn any language. The potential to learn any language, this potential exists in the child, driving him to learn the language of those around him. He is responding to his environment. When the language is palpable, the potential will disappear. The child will know the language. Never again will he be able to learn any language so easily, and he will never be as fluent in another tongue as he is one his own. ഓക്കെ നസീമ. Okay. നെബുല ആയിരുന്നു പറഞ്ഞത് നമ്മള്. മാൻസ് പൊട്ടൻഷ്യൽ പറയില്ലേ, അനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന് കുറെ പെക്യുലിയാരിറ്റീസ് ഉണ്ട്, കുറെ പ്രത്യേകതകൾ, കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലെ. സ്മൈൽ അതിലൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനുള്ള കഴിവ്, അതെല്ലാം വരുന്നത്. ലാംഗ്വേജിന്റെ കാര്യം വരുമ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ പല ലാംഗ്വേജ് ആണെങ്കിലും നമ്മളത് മനസ്സിലാക്കുന്നു. ഈ നെബുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈഡ്രജൻ കണ്ടന്റ് ആണ് കൂടുതൽ വരുന്നത്. ഹൈഡ്രജൻ മോണ്ടിസോറി പറയുന്നത് ഒരു നമ്മുടെ ഹോർമോണില് സ്പേസിൽ ഒരു ഇൻഫിനിറ്റ് സ്പേസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. ആ ഒരു ഹോർമോൺ എന്താ, വൈറ്റൽ എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പോസിറ്റീവ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് ഹോർമോൺ ചേഞ്ചസ് കാരണം അത് സംഭവിക്കുന്നു, ഹോർമോൺ ചേഞ്ചസ് കാരണം ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ബോഡിയിൽ കുറെ കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഹോർമോൺസിന്റെ ആക്ടിവിറ്റീനെ പോസിറ്റീവായിട്ട് തിരിച്ചു വിടുവാണെങ്കിൽ, അതുകൊണ്ടാണ് 3 years തുടങ്ങി 6 years വരെയുള്ള കുട്ടികളെ അവരെ ത്രൂ ആക്ടിവിറ്റി അവരൊരിടത്ത് ഐഡിയലായിട്ട് ഇരുത്താതെ അവരെ വർക്ക് ചെയ്യിച്ചുകൊണ്ടേയിരിക്കുവാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിനനുസരിച്ച് അതിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതിൽ സപ്പോർട്ട് ചെയ്യണം, ഗൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഗൈഡ് ചെയ്യും. അല്ലെങ്കിൽ അവർ തന്നെത്താനെ അത് മനസ്സിലാക്കി അത് ചെയ്യും.
അവിടെ വെച്ച് തന്നെ അവരുടെ ബിഹേവിയർ, ക്യാരക്ടർ എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരുന്നു. ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ മറിയ മോണ്ടിസോറി ആ ഹോർമോൺസിനെ പോസിറ്റീവായിട്ട് അതിന്റെ ആക്ടിവിറ്റിയെ തിരിച്ചുവിടുന്നതാണ് ശരിക്കും ഓരോ ആക്ടിവിറ്റി ഡിസൈൻ ചെയ്തത് ആ രീതിയിലാണ്. അപ്പൊ ഈ നെബുലെ പറഞ്ഞത് മാൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആണ്, ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ ആണ്. മാൻ ഈസ് ബോൺ ഫ്രീ വളരെ ഫ്രീ ആയിട്ട് ജനിച്ചു ഒരു ഫ്രീഡമിലൂടേക്ക് ജനിച്ചു എന്നതാണ് പറയുന്നത്. കാരണം ബേർത്തിന് ശേഷം അത് തന്നെ ഓരോരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ് തന്നെ ചെയ്യട്ടെ. ചില ആളുകൾ പറയില്ല, കുട്ടി ഇരുന്നില്ലല്ലോ, എത്രയോ മാസത്തെ കണ്ടിരിക്കുന്നാണല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞു ഇങ്ങനെ ബാക്കിൽ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇരുത്താൻ നോക്കൂ. പക്ഷെ അതല്ല, ലെറ്റ് അത് തന്നെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റേജ് എന്തെങ്കിലും ഡൗട്ട്സ്, കൺഫ്യൂഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ആരെങ്കിലും പോകുന്നത്. അല്ലാതെ കുട്ടിയെ കൊണ്ടായിട്ട് ഒന്നും ചെയ്യിക്കരുത് നമ്മൾ പറയില്ല, നെക്കി പഴിപ്പിക്കരുതെന്ന് പറയില്ല, അതിന്റെ മധുരം കുറയുന്ന പറയില്ല. അതുപോലെ തന്നെ അപ്പൊ മാൻ ഈസ് ബോൺ ഫ്രീ, അതാണ് നെബുല എന്നുള്ളത് കൊണ്ട് മോണ്ടിസോറി ഉദ്ദേശിച്ചത്. കോയിലീസ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് അതിനകത്ത് കാണുന്നുണ്ട്. ഇത് ആഡ് ചെയ്യാം, എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് കുറെ പാർട്ടിക്കിൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, അതെല്ലാം കൂടെ ആഡ് ആവുന്നു, അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 3 years വരെ നമുക്ക് അൺകോൺഷ്യസ് മെമ്മറി ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, കുട്ടിയുടെ ഇന്റലിജന്റും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺകോൺഷ്യസ് ഇന്റലിജൻസും ആണ് അവിടെ. ആ അൺകോൺഷ്യസ് ഇന്റലിജൻസിനെ നമുക്ക് കോൺഷ്യസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു 3 years വരെ അൺകോൺഷ്യസ് മെമ്മറി ആയിരുന്നു, അത് ഗ്രാജുവലി റീപ്ലേസ് ചെയ്യുന്നു കോൺഷ്യസ് മെമ്മറി ആയിട്ട്. അപ്പൊ അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇന്റലിജൻസ് പാർട്ടും കുട്ടിക്കുണ്ട്, അതും ഗ്രാജുവലി പുഷ് ചെയ്യുവാണ് കോൺഷ്യസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിട്ട്. കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് ആ ഇന്റലിജൻസ് യൂസ് ചെയ്യപ്പെടും. അതാണ് ശരിക്കും. കുറേ വായിക്കാനുണ്ട്, നിങ്ങളിത് വായിച്ചിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ശരിക്കും മോണ്ടിസോറി ടേംസിന്റെ ലിങ്കിൽ ഇതൊന്നും അല്ല വരുന്നത്, കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇത് PDF കിട്ടിയെടുത്തു. ഓക്കെ, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് മോണ്ടിസോറി പറയുന്നുണ്ടല്ലേ, ഇൻസ്റ്റിങ്ക്റ്റ്, ദർ ഈസ് ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു ഇൻബോൺ പാറ്റേൺ, ആ ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഈ നെബുലയും ന്യൂണും വെച്ചിട്ടാണ് മോണ്ടിസോറി ഹ്യൂമൻ ബീയിങ്ങിന് ഒരു പാർട്ടിക്കുലർ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്. അപ്പൊ ഹ്യൂമൻസ് ജനിക്കുമ്പോ തന്നെ അവർക്ക് ചില പൊട്ടൻഷ്യലും ഉണ്ട്. ഈ പൊട്ടൻഷ്യലിനെയാണ് മോണ്ടിസോറി നെബുല എന്ന് പറഞ്ഞത്. നമുക്കിപ്പം നെബുലൈസർ നമ്മൾ യൂസ് ചെയ്യില്ലേ, നമുക്ക് എന്തെങ്കിലും ശ്വാസമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ബ്രീത്തിങ് ട്രബിൾ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആ ബ്രീത്തിങ് ട്രബിളിനെ അല്ലെങ്കിൽ ആ കോൾഡോ എന്തെങ്കിലും വെച്ചിട്ട് വല്ലാതെ ബ്ലോക്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി നമ്മളൊരു നെബുലൈസർ യൂസ് ചെയ്ത് അതിന് മരുന്ന് ഇട്ടിട്ട് നമ്മളത് ആവി പിടിക്കുന്ന പോലെ തന്നെ അത് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ ഈ പൊട്ടൻഷ്യല് എന്ന് വെച്ചാൽ ആവി പിടിക്കുന്ന എന്തിനാ, നമ്മൾ നോർമലായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ബ്രീത്ത് വരാനും നമ്മുടെ ആ ബുദ്ധിമുട്ട് മാറാനും വേണ്ടിയിട്ടാണ് നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ മനുഷ്യന്റെ ഈ പൊട്ടൻഷ്യൽ അത് എന്തെങ്കിലും ബ്ലോക്കിംഗ് ഉണ്ട്, അവനൊന്ന് ശരിയായ രീതിയിൽ നോർമലൈസ് ചെയ്ത് ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുണ്ട് ജനിക്കുമ്പോൾ തന്നെ. അത് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പൊട്ടൻഷ്യലിന് നെബുലയെന്ന് മോണ്ടിസോറി പേര് കൊടുത്തത്. ക്ലിയർ ആയോ? ഇപ്പൊ ശ്വാസം മുട്ട് വരുന്നു, ബ്രീത്തിങ് ട്രബിൾ വരുന്നു, നമ്മൾ നെബുലൈസർ യൂസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും. ഓൾറെഡി ഇൻബോൺ ആയിട്ട് മനുഷ്യന് കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ആ മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ശരിയാക്കുന്നു. അതുകൊണ്ടാണ് ആ പൊട്ടൻഷ്യലിനെ നെബുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നെബുലൈസർ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ടൈമില് റൈറ്റ് മൊമെന്റില് ഈ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം, അത് ആക്ഷനിലേക്ക് വരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ ലാംഗ്വേജ് ലേണിങ്ങിന് പോവാണ്.
ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന പൊട്ടൻഷ്യൽ വേണം. ഓക്കെ, അത് കുട്ടിയിലുണ്ട്. ആ ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുട്ടിയിലുണ്ട്. അപ്പൊ അങ്ങനെ അവനെ ആ ലാംഗ്വേജ് ലേൺ ചെയ്യാനായിട്ട് അവനെ ഒന്ന് ട്രിഗർ ചെയ്ത് വിടണം ആ ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് പോകുന്ന സ്കൂളില് കുട്ടികൾക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഫസ്റ്റ് ഡേ ചെന്ന് തന്നെ കൗണ്ടിങ് നമ്പേഴ്സ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കരുത്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുവാണ് കുട്ടികൾക്ക് നമ്പേഴ്സ് അറിയില്ല. അപ്പൊ കൗണ്ട് ചെയ്യാൻ അറിയില്ല. ഈവൻ വേഗമായിട്ട് അവർക്ക് കൗണ്ട് ചെയ്യാൻ അറിയായിരിക്കാം. അത് 1 കഴിഞ്ഞ് ചിലപ്പോ 5 പറയും. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ആ കൗണ്ടിങ് പാറ്റേൺ തന്നെ അവരുടെ ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ചിലർക്ക് സ്റ്റോറി ആയിരിക്കും കേൾക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് റൈംസ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മള് അതിനനുസരിച്ച് ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് ആ ഡേ വേറെ ഏതെങ്കിലും ചെയ്ത് ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്ത് അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അല്ലെങ്കിൽ മൂവബിൾ നമ്പേഴ്സ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അവരത് ടച്ച് ചെയ്ത് സെൻസ് ചെയ്യട്ടെ. നെക്സ്റ്റ് ഡേ നമ്മൾ വന്നിട്ട് ഒരു ആക്ഷൻ സോങ്ങിലൂടെ ഒക്കെ അവരെ നമ്പേഴ്സ് പഠിപ്പിക്കുക. അതെല്ലാം നമ്മുടെ മുമ്പിൽ വരുന്ന ടാസ്ക് ആണ്. അതിനനുസരിച്ച് എന്താണോ അവിടെ ചെയ്യേണ്ടത് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ മതി. സോ ഇവിടെ ലാംഗ്വേജ് ലേൺ ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ആ കുട്ടിക്ക് ഉണ്ട്. അപ്പൊ അത് ഏത് രീതിയിലേക്ക് ആ ലാംഗ്വേജ് ലേണിംഗ് പോണം എന്നുള്ളത് നോക്കും. നമ്മള് അനീസ് സെലവൻ എന്നുള്ള ടീച്ചർ പഠിപ്പിച്ച രീതികൾ പറഞ്ഞു. നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, വെള്ളം കയ്യിലേക്ക് ഒഴിച്ചപ്പോ എന്താ പറയാ, പേര് പെട്ടെന്ന് മനസ്സിലായി. ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇക്കിളി ആവുന്ന പോലെ തോന്നി. അങ്ങനെ വാട്ടർ പഠിക്കുന്നതും മക്ക് പഠിക്കുന്നതും ഡോള് പഠിക്കുന്നതും ഒക്കെ വളരെ ആ ഒരു രീതിയിൽ. അപ്പൊ ഒരു കുട്ടിയെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ചെല്ലുന്ന ക്ലാസ്സിൽ നമുക്ക് ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് തിരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ആ രീതിയിലൊക്കെ ഒന്ന് നോക്കാം. KG സെഷനിലൊന്നും വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. മിക്കവാറും മാക്സിമം വന്നു കഴിഞ്ഞാൽ 20-25 സ്റ്റുഡൻസ് ആയിരിക്കും. 30 ഒക്കെ ഉണ്ടോന്ന് അറിയില്ല. 2 ഡിവിഷൻസ് ആയിട്ട് അവര് വെച്ചിട്ട് എന്തായാലും ഒരു അസിസ്റ്റന്റ് പോലെ ആരെങ്കിലും ഒക്കെ കാണും. വായിച്ചത് ഹിസ് ഓൺ അവിടെ വരെയല്ലേ വായിച്ചത്? അപ്പൊ ഇനീഷ്യലി തന്നെ ഇപ്പൊ കുട്ടിക്ക് ഓരോ ലാംഗ്വേജ് ഇങ്ങനെ പറയുവാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെറിയ ക്ലാസ്സിലേ തുടങ്ങിയിട്ട് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് കറക്റ്റ് വരും. അപ്പൊ നമുക്ക് കുട്ടിയില് അതർ ലാംഗ്വേജ് വരുന്നത് എപ്പോഴാണ്? കുറച്ചുകൂടെ അവർ വലുതാവുമ്പോഴല്ലേ വേറൊരു സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ വരുന്നത്. ഹിന്ദിയൊക്കെ വരുവാണെങ്കിലും അതിന്റെ ബേസിക് ഫോം ആയിരിക്കും. പക്ഷെ കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് വേറൊരു ലാംഗ്വേജ്, കാരണം ഒരു ലാംഗ്വേജ് അവർ പഠിച്ചു കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ലാംഗ്വേജിലേക്ക് അവരെ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാം കൂടെ ഒരേ സമയത്ത് കൊടുക്കില്ല എന്നാ പറയണത്. അപ്പൊ നെക്സ്റ്റ് ലാംഗ്വേജിലേക്ക് ഇവിടെ UKG ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ കുട്ടികൾ എങ്ങനെ ഇത് പഠിക്കൂ, അങ്ങനെയൊക്കെയായിരുന്നു സംശയം. പക്ഷെ UKG അവർ പഠിപ്പിച്ച ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. ഇവര് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ, പക്ഷെ ഇംഗ്ലീഷ് അല്ലേ കൂടുതല്, എല്ലാം ഇംഗ്ലീഷിലാവുമ്പോൾ കുട്ടികൾ കൂടുതൽ യൂസ്ഡ് ആവുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ടാണ്. CBSE സ്കൂളിന്റെ കാര്യം, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കാര്യമായിട്ടോ പറയുന്നത്. അപ്പൊ കൂടുതൽ അതുമായിട്ട് അവർ യൂസ്ഡ് ആവും. അങ്ങനെ ഒരു സാധാരണ സംസാരിക്കാൻ ഇപ്പൊ വീട്ടില് മലയാളമാണെങ്കിൽ ഓൾറെഡി അവർ ആ മലയാളം അവർക്ക് 4-4.5 വയസ്സിനുള്ളിൽ മലയാളം ഓൾറെഡി ആയി. അവർക്ക് കൺഫ്യൂഷൻ വരില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ കൺഫ്യൂഷൻ വരും. പക്ഷെ അതേസമയം ഇംഗ്ലീഷിന്റെ ഒപ്പം തന്നെ വേറൊരു ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ബിഗ് ടാസ്ക്. അതാണ് ഒന്ന് കഴിഞ്ഞ് അടുത്തത് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ അവരിലേക്ക് ആയി വരുന്നത്. അതേസമയം നമ്മളൊരു +1 +2 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആ പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മളുടെ ഉള്ളിൽ ആ നെബുല ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അതർ ലാംഗ്വേജ്, നമുക്കൊരു ഫോക്കസ് ഉണ്ട്, എനിക്ക് പുറത്ത് പോകണം, ഇപ്പം ഫ്രഞ്ച് പഠിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കണം, സ്പാനിഷ് പഠിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമ്മളപ്പോ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നമ്മൾ അത് പഠിക്കുക. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫോക്കസിങ്ങും നമ്മുടെ എയിമും കൂടെ അതിന് വരും. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ?
Anyone? Scroll it. കുറേ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ നത്തിങ് ബട്ട് മാനിന് ഇൻബോൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നു. അത് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നു. നെബുല എന്ന് പേര് കൊടുത്തത് നമ്മൾ നെബുലൈസർ നമ്മൾ എപ്പോഴും വെറുതെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ നമ്മൾ നെബുലൈസർ ചെയ്തല്ലോ. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്യാനല്ലേ നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ആവശ്യം വരുന്നു, സോ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നു. കുറച്ച് വായിക്കാനുണ്ട്, നമുക്കത് വായിച്ചു പോകാം. അത് നെക്സ്റ്റ് വൺ, മാൻ ഈസ് ബോൺ വിത്ത് ഇൻസ്റ്റിങ്. അത് തുടങ്ങിയിട്ട് ആ 2 പാരഗ്രാഫ്സ് അങ്ങനെ വായിക്കുവാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ വായിക്കാം. എല്ലാവരും കുറഞ്ഞു വന്നൂലേ? ഇപ്പൊ ആകെ എത്ര പേരേ ഉള്ളൂ? 14 ഉള്ളൂ അല്ലേ? 14 പേരുള്ളൂ പറയാ. നമ്മള് പക്ഷെ മോണ്ടിസോറി ടേംസ് നിങ്ങൾ കുറച്ചും കൂടെ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറയാം. അറിയാം, മോണ്ടിസോറി കറക്റ്റ് എഴുതി വെച്ച ചില മോണ്ടിസോറി ടേംസ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതിനകത്തുള്ളത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അതിലേക്ക് പോവാം. ആരോ പറഞ്ഞല്ലോ വായിക്കാന്ന്. ഞാനാ പറഞ്ഞത്. Okay. Man is not born with instinct, but with this nebulae making him able to form his own instinct, making him able to have almost infinite acquisition and learning. Man has endless capabilities for adaptation and development. Man is born free, but through the experience of his life, he built his own instinct. He built a special reaction towards life. When he is an adult, this instinct works in him like the instinct in the animal working in them. Therefore, it is important how this reaction towards life is created. The instinct adaptation to life that man made in himself from the childhood through the adolescence to the adulthood is a very powerful force and can become something frightening. If the adaptation is wrong, a man can become religious and political and national or idealistic. അവിടെ ആരോ മാർക്ക് നിൽക്കുന്നുണ്ട്, എനിക്ക് ലെറ്റർ ഏതാ അറിയുന്നില്ല. Idealistic, fanatic. Fanatic. Why is this the instinct then built in the wrong way? Because the direction given by the environment are wrong or become of a lack of coordination. There are other dangerous besides extremes. This maladapted people don't have the behavior to fit the world they live in. Thing experienced is early childhood and lost are still at work inside the subconscious. This experience are still there in the subconscious and can be called back the psychoanalysis. Okay. So man is born free. ഫ്രീ ആയിട്ട് നമ്മൾ ജനിച്ചി എന്ന് പറയാം അല്ലെ. കാരണം നമ്മൾ ചെയ്ത ഓരോ എണീറ്റ് നടക്കാൻ തുടങ്ങുന്നതും ഇരിക്കാൻ തുടങ്ങുന്നതും കമിഴുന്നതും ഒക്കെ തന്നെ. സോ ഫ്രീഡം ഇസ് ദെയർ. ഇൻസൈഡ് ദർ ഈസ് പൊട്ടൻഷ്യൽ. അതിന് നമ്മൾ നെബുല എന്നാണ് പറയുന്നത്. മേക്കിംഗ് ഹിം ഏബിൾ ടു ഫോം ഹിസ് ഓൺ ഇൻസ്റ്റിങ്ക്ട്. ബോൺ വിത്തൗട്ട് ഇൻസ്റ്റിങ്ക്ട് ആണ്. ഇൻസ്റ്റിങ്ക്ട് ഇല്ലാതെ ബോൺ ചെയ്യുവാണ്. പക്ഷെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ആ ഇൻസ്റ്റിങ്ക്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് അഡാപ്റ്റേഷന്റെ കാര്യം. നമ്മൾ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു പലപ്പോഴും.
നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അതേസമയം അഡാപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, മാൽ അഡാപ്റ്റഡ് പീപ്പിൾ. അവര് ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ലീവ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ പറയാറില്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിക്ക് ഭാരാണെന്നും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ചില ആളുകൾ നോട്ട് ഫിറ്റ് ഫോർ ലിവ് ഇൻ ദിസ് വേൾഡ്, ആ രീതിയിൽ പറയുന്നത് മാൽ അഡാപ്റ്റഡ്. മാൽ അഡാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നോട്ട് വെൽ അഡാപ്റ്റഡ്, നല്ല രീതിയിൽ അഡാപ്റ്റഡ് ആവാത്ത ആൾക്കാരെയാണ് മാൽ അഡാപ്റ്റഡ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജസും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അഡോളസൻസ്, ചൈൽഡ്ഹുഡ്, ഇൻഫാൻസി, ശൈശവം, ബാല്യം, അങ്ങനെ പറയുവാണെങ്കിൽ ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, അങ്ങനെ ഒരു പവർഫുൾ ഫോഴ്സ് നമ്മൾ ഓരോ ഏജിലും. പലപ്പോഴും പറയില്ലേ, കുട്ടികൾക്ക് മാറ്റങ്ങൾ വരുമ്പോ നല്ലൊരു ഇരുത്തം വന്നു, ഇപ്പൊ ഒരു ഫോക്കസിങ് ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയും. അങ്ങനെ ഓരോന്ന് വരുമ്പോ ഉള്ളിലുള്ള ഈ നെബുല യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു വ്യത്യാസങ്ങൾ വരുന്നത്. ഒരു ഇരുത്തം വന്നു, നല്ലൊരു തിരിച്ചറിവുണ്ട്, ശരി തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള കഴിവായി കഴിഞ്ഞു, അറിയാം എങ്ങനെ ആളുകളോട് സംസാരിക്കണം, ഒരു പബ്ലിക് ഇതിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ നമ്മൾ ഇങ്ങനെ ജനറലി കുട്ടികളെ പറ്റി പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ സെയിം തിങ്. അവിടെ അവന്റെ നെബുലെ ആക്ട് ചെയ്യുന്നതാ. ഓരോ പൊട്ടൻഷ്യൽ ഓരോ സമയത്തും. പെട്ടെന്ന് ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾക്കും ഒപ്പം വരുമോ അത്. സോ ദാറ്റ് ഈസ് ഓൾസോ നെബുലെ. അത് നമ്മുടെ ഒരു പൊട്ടൻഷ്യലാണ്. നമ്മൾക്ക് ആ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില മെന്റൽ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കാത്തവരിൽ അത് കാണിക്കാറില്ല. ജനറലി പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പോകുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു. അപ്പൊ ആ കുട്ടിക്കൊരു ചേച്ചിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെന്റലി റിട്ടാർഡഡ് ആണ്. അതിന് ഓരോ പെർസെന്റേജ് ഉണ്ടല്ലോ. ആ കുട്ടിക്ക് ആ ഒരു ഇതായതുകൊണ്ട് അതിന് ആ ഒരു വിഷമമില്ല. അച്ഛൻ മരിച്ചു, ഷീ നോസ് ദാറ്റ്, അങ്ങനെ ഫാദർ ഇല്ല എന്നുള്ളത്, പോയി എന്നുള്ളത് മനസ്സിലായി. പക്ഷെ മറ്റേ കുട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ അവൾക്ക് ആ ഒരു ഗ്രീഫ് അത് വരുന്നില്ല. സോ അത് അവരുടെ മാനസിക വളർച്ച അതുപോലെ ആവാത്തോണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ ജനറലി പറഞ്ഞതാ. നമുക്ക് ഓരോരോ ഇൻസിഡന്റ് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ സ്റ്റേജിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ വരും. അപ്പൊ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുത്തൊരു തീരുമാനം ഭയങ്കര തെറ്റായി പോയി എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുകയാണ്. പക്ഷെ പിന്നെയും അതേ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരെണ്ണം നമ്മുടെ പുറകിൽ കിടക്കുന്നുണ്ട്, നമുക്ക് ഓർമ്മയുണ്ട്, അപ്പൊ നമുക്കറിയാം. സോ അതാണ് കോൺഷ്യസ് മെമ്മറി. നേരത്തെ പറഞ്ഞ നീമും നെബുലയും ഒക്കെ കണക്റ്റഡ് അല്ലെ. ആ കോൺഷ്യസ് മെമ്മറി വെച്ചിട്ട് നമ്മൾ അപ്പോ നമ്മുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നമ്മൾ ആ സമയത്ത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൽ പറയുന്നത്. നീമും നെബുലയും എല്ലാം കണക്റ്റഡ് ആണ്. നമ്മളുടെ കോൺഷ്യസ് മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോൺഷ്യസ് ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ അത് കറക്റ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മളുടെ നെബുല യൂസ് ചെയ്യുമ്പോൾ കോൺഷ്യസ് മെമ്മറിയും കോൺഷ്യസ് ഇന്റലിജൻസും കണക്റ്റഡ് ആവുന്നു. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ശരിയായ രീതിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകും. ഇത്രയും കാര്യങ്ങൾ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ടേംസ് നമുക്ക് കുറേ ഉണ്ട്. അബ്സോർബൻ മൈൻഡ്, മോണ്ടിസോറി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്, അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫുള്ളി അങ്ങോട്ട് ഇൻവോൾവ് ആകുന്നതാണ് അബ്സോർബൻ. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ അങ്ങ് എടുക്കുക അല്ലെ മൈൻഡ്, നമ്മളുടെ മനസ്സ്. അത് കുറേ ഉണ്ട് നമ്മുടെ ഈ മോണ്ടിസോറി. ഞാനത് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. 16 കീ മോണ്ടിസോറി കൺസെപ്റ്റ്സ് ആൻഡ് ടേംസും ഉണ്ട്. അതുപോലെ തന്നെ അത് പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു 2 കുട്ടികളുടെ 3 കുട്ടികളുടെ പാരന്റ് ആയിരിക്കും വീട്ടില്. പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ അത്രയല്ല, 20, 25, 30 ഒക്കെ വരാം. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഇതിനകത്ത് അത് വരുന്നില്ല. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാവരും അവർക്ക് ചുറ്റും കാണുന്ന ലോകത്തെ കുറിച്ച് അവരെപ്പോഴും ഭയങ്കരമായിട്ട് അവർ ക്യൂരിയസ് ആയിരിക്കും. അതിനെക്കുറിച്ച് കുറെ വൈ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അവരതെല്ലാം എടുക്കാനായിട്ട് നോക്കും. അവിടെ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് നല്ല രീതിയിൽ നടക്കും. അപ്പൊ അവരെപ്പോഴും ആ ഒരു ഏജില് അപ് ടു ഒരു 6 years വരെ അവർക്ക് കുറെ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യം തോന്നും ആ ഒരു സമയത്ത്. പിന്നെ അതുപോലെ തന്നെ
കൺട്രോൾ ഓഫ് എറർ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി കൺസെപ്റ്റ് ആണ്. അവര് പലപ്പോഴും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസ് കൊടുത്ത് അവരൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അത് ശരിക്കും പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ അവരത് കറക്റ്റ് ചെയ്ത് അവർ തന്നെ ചെയ്യും. അവരുടെ എറേഴ്സിന്നാണ് നമ്മൾ പറയാറില്ലേ, നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളാണ് നമ്മുടെ ലെസൺസ് എന്ന്. അതിൽ നിന്ന് നമ്മൾ കുറെ പഠിക്കുന്നത്. ഇത് തന്നെയാണ് അവരവരുടെ ഓൺ എറേഴ്സിന്ന് അവർ കൂടുതൽ പഠിച്ച് ആ എറേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ആ എറർ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ് കൺസെപ്റ്റ്. അതൊരു പാരന്റ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് തന്നെ കുട്ടി അത് പെർഫെക്റ്റ് ആക്കി ചെയ്യണം എന്നുള്ളത് ഒട്ടും നമ്മൾ എന്താ പറയാ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അത് ശരിയായി വരും. എന്റെ മോൻ ആദ്യം എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു വേർഡ് കഴിയുമ്പോൾ സ്പേസ് വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്താലും ഈ സ്പേസ് കുട്ടിക്ക് വരില്ലായിരുന്നു. അങ്ങനെ ഈവൻ ടെക്സ്റ്റ് വായിച്ചപ്പോ ഇവന് മനസ്സിലായി നമ്മൾ എങ്ങനെ പറയുമ്പോഴും കുട്ടിക്ക് അത് വരില്ല. സ്പേസ് ഒരേ പോലെ അങ്ങ് എഴുതി വെക്കും ചെറിയ ക്ലാസ്സിനെ. പിന്നെ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ നോക്കുമ്പോൾ ഓരോ വേർഡ് കഴിയുമ്പോൾ സ്പേസ് ഉണ്ട്. അപ്പൊ അവൻ എഴുതുമ്പോഴും അതുപോലെ അങ്ങനെ അത് കറക്റ്റായി വന്നു. ഇടയ്ക്ക് അറിയാണ്ട് വീണ്ടും വരുമെങ്കിലും പെട്ടെന്ന് അത് ഓർമ്മ വരും. അത് കറക്റ്റ് ചെയ്ത് അപ്പൊ അവിടെ ശരിക്കും കൺട്രോൾ ഓഫ് എറർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാ വന്നത്. അപ്പൊ ആദ്യം സ്പേസ് കണ്ടില്ല, നമ്മൾ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, നമ്മൾ പണിഷ് ചെയ്തു ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത്. അവര് തന്നെ ഓൺ എറേഴ്സിന്ന് മനസ്സിലാകും. കുറെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇതിന് തന്നെ വരണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് മനസ്സിലായി. ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയപ്പോ ഹി നോസ് ദാറ്റ് ഇതാണ് റൈറ്റ് എന്നുള്ളത്, ശരിക്കും ഇങ്ങനെയാ എഴുതണ്ടേന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ എഴുതുമ്പോ അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എന്നെ പറഞ്ഞത്. കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. പിന്നെ കുറച്ചധികം 16 കീ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ 22 ഇമ്പോർട്ടന്റ് ടേംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ലിങ്ക്സും ഞാൻ അയച്ചു തരാം. സമയം പോലെ വായിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഒന്ന് പറയുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ന് വൈൻഡപ്പ് ചെയ്യാം. യു ഓൾ ആർ ഫിറ്റ് ഫോർ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഓക്കെ, എനിക്കിങ്ങനെ കാണാതെ പഠിക്കുന്ന കാര്യം അങ്ങനെ ഒരു പുതിയത് വന്നപ്പോ, എനിക്ക് എക്സാം വന്നപ്പോ നാച്ചുറലി നമുക്ക് തോന്നിയ ഒരു കാര്യമാണ്, അയ്യോ ഇതെല്ലാം പഠിച്ചെഴുതണ്ടേ, ഇതെല്ലാം പഠിക്കണ്ടേ, സമയം കിട്ടും, അതുകൊണ്ട് വന്നു പോയതായിരിക്കാം. നത്തിങ് ടു വറി. എക്സാം അങ്ങനെ ഭയങ്കര ടഫ് എന്താ വെച്ചാൽ സീരിയസ് ആയിട്ട് എടുക്കണം. പക്ഷെ ഡോണ്ട് ബി മോർ കൂളായിരിക്കും. അതിന്റെ എക്സാമിന്റെ മൊഡ്യൂളൊക്കെ ഉണ്ടാവോ നമുക്ക്? അതായത് നോക്കി പഠിക്കണോ? എന്താണ്? നമുക്ക് മോഡൽ എക്സാം ഒക്കെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടോ? മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ബാച്ചാ, നിങ്ങൾ കഴിയുമ്പോഴും മോഡൽ എക്സാം ഉണ്ടാവുള്ളൂ. മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു മോഡ്യൂൾ കഴിയുമ്പോ ഒരു ടെസ്റ്റ് ഉണ്ട്, ടേം എക്സാം എന്നൊക്കെ പറയുന്ന പോലെ. അതെയോ? പിന്നെ ട്രെയിനിങ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് പ്രാക്ടീസ് ആണ് പറഞ്ഞത്. അത് ഇപ്പൊ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ജനുവരി ഒക്കെ ആവുമ്പോഴേ ചില സ്കൂളുകൾ ചിലപ്പോൾ പെർമിറ്റ് ചെയ്യില്ല. ഹൈസ്കൂൾ കുട്ടികൾക്ക് 10th 9th ഒക്കെ എക്സാം, ഒരു 9th എക്സാം വേഗം തീർത്ത ഒരു ക്ലാസ് തുടങ്ങാനുള്ള ഒരു തിരക്കിലായിരിക്കും. ചിലപ്പോ അവര് പെർമിറ്റ് ചെയ്യും, ഡിപ്പെൻഡ് ആ സ്കൂളിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച്. പിന്നെ ആനുവൽ ഡേയുടെ തിരക്കുകളൊക്കെ ആയിരിക്കും. ഗവൺമെന്റ് സ്കൂളിൽ പോകാൻ പറ്റും പ്രീ KG? അത് തീർച്ചയായിട്ടും പോകാലോ. കൂടെയുള്ള ആരോ പോയിട്ടുണ്ട്, അവരെ വിളിച്ചതാട്ടോ. അവിടെ എന്തോ വേക്കൻസി അങ്ങനെ വിളിച്ചതാട്ടോ. അതും ടീച്ചിങ് പ്രാക്ടീസ് എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തോന്ന് പറഞ്ഞു. ടീച്ചർ, നമുക്ക് പോകുമ്പോ ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഈ സാരി എടുക്കണം നിർബന്ധം വല്ലതുണ്ടോ? അത് ആ സ്കൂളിനുണ്ടാവും. സ്കൂളിനുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അങ്ങനെ പറയില്ല, സിമ്പിൾ ഡ്രസ് ആയിരിക്കണം എന്നേ ഉള്ളൂ. സിമ്പിൾ ബട്ട് എന്താ പറയാ, ഒരു കൂളായിട്ട് ഫീൽ ചെയ്യണം, ഒരു എലഗന്റ് ലുക്ക്. ഷാബി ആയിട്ട് പോകരുത്, വളരെ പ്ലസന്റ് ആയിട്ട് ആ രീതിയിൽ സിമ്പിൾ ഡ്രസ്. നമ്മൾ കല്യാണത്തിനൊന്നും പോകുന്ന പോലെ ആ ഒരു രീതിയിലൊന്നും പോകരുത്. കാരണം ഈ നമ്മളുടെ ഈ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ വല്ല ഗിൽറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോ കുട്ടികൾ വന്ന് ചിലപ്പോൾ ഹഗ് ചെയ്യും. നമ്മൾ വിചാരിക്കില്ല, പെട്ടെന്നായിരിക്കും അവർ വന്ന് നമ്മളെ ഇഷ്ടം തോന്നിയിട്ട് അവർ ആദ്യം ചെയ്യുന്ന ഒരു ആക്ഷൻ അതായിരിക്കും. അപ്പൊ അവരുടെ ദേഹത്ത് കൊള്ളുന്ന രീതിയിലോ അങ്ങനത്തെ ഡ്രസ്സ് ആവാതിരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ടച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്. നമ്മുടെ കയ്യില് നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ ഇങ്ങനെ
ഗിൽറ്റോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ദേഹത്ത് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളോ അങ്ങനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, പക്ഷെ കുട്ടികളുടെ അടുത്തേക്കാണ് പോകുന്നത്, അവർ ചിലപ്പോൾ നമ്മളെ ഹഗ് ചെയ്യാം, നമ്മുടെ മടി കയറിയിരിക്കാം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് കെയർ ചെയ്താം. അപ്പൊ മാം നമ്മള് പിന്നെ ഗവൺമെന്റ് സ്കൂളിലാവുമ്പോ പ്രീ കെ ജി അല്ലേ വരുന്നത്, അതിൽ പോയാൽ മതി. മതി കുഴപ്പമൊന്നുമില്ല അത്. കാരണം നമ്മൾക്ക് ഇവിടെ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ KG മാത്രം അവര് ആക്കിയൊന്നുമില്ല, LP സെഷനിലേക്കൊക്കെ വിട്ടിരുന്നു. അതിപ്പോ നമുക്ക് സിലബസിന്റെ പ്രശ്നം വരില്ല, നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണില്ലല്ലോ. അത് പ്രശ്നം ഉണ്ടാവോ? നമുക്ക് KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽക്കൊക്കെ നമുക്ക് നമ്മളിപ്പോ ഞാൻ ചെയ്യുന്നപ്പോ PG ആണ്, എന്നാൽ കൂടെ നമുക്ക് PGൻ്റെതായിട്ടുള്ള ഒന്നും ഇപ്പൊ ആയിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഒരിക്കലും അവിടെയുള്ള പ്രിൻസിപ്പൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ പോകണം അങ്ങനെ നിർബന്ധം പറയില്ലായിരിക്കും. നമ്മളോട് ചോദിക്കും പോകാമോന്നേ ചോദിക്കുള്ളൂ അവര്. നമുക്ക് പറയാൻ വേണമെങ്കിൽ മാം എനിക്ക് ഇതാണെങ്കിൽ നല്ലതായിരിക്കും പറയാലോ. അല്ല അത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഇനി ഇത് മുന്നോട്ട് ആണെങ്കിൽ കൂടി നമ്മള് ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ PGക്കാർക്ക് 4th സ്റ്റാൻഡേർഡ് വരെ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുവരെയുള്ള സിലബസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അതിനെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് പഠിപ്പിക്കുവോ അതിനെ കുറിച്ച്? PG എന്നുള്ളത് കൊണ്ട് എന്തോ 2 സബ്ജക്ട് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. 2 മോഡ്യൂൾസ് നിങ്ങൾക്ക് കൂടുതലുണ്ട്. അങ്ങനെയില്ല, നമ്മള് ഒന്ന് എന്താ പറയാ റിഫോം ചെയ്യിക്കും, ആ ഒരു ഫോർമാറ്റിന് ഒരു വ്യത്യാസം അത്രേ ഉണ്ടാവും. 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കണ്ടന്റ് നമ്മൾ ഇവിടെയും നമ്മൾ എന്താ പറയണേ എങ്ങനെ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം, അവരെ ഓരോ ഏരിയയിൽ വരുമ്പോൾ നെക്സ്റ്റ് ഇനി അതാണ് പ്രാക്ടിക്കൽ ഏരിയ ആണ്. അപ്പൊ അതിൽ വരുമ്പോൾ കുട്ടികളോട് എങ്ങനെയാണ് നമ്മളിവിടെ ശരിക്കും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അവരെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിക്കും, അവരെ ഒബ്സർവേഷൻ ആ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇന്ന കണ്ടന്റ് അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. അതേസമയം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണം അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കൂൾ കേട്ടോ. സ്കൂളിൽ അവര് നമ്മൾ സിലബസ് എന്തായാലും അവർ കാണിക്കും, ഇതാണ് നെക്സ്റ്റ് ഡേ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂ എന്ന് ചോദിച്ചിട്ടേ അവര് ചെയ്യൂ, അല്ലാതെ അത് കൂടുതൽ ചെയ്യിക്കാൻ തോന്നില്ല. ഒരു 15 days എങ്കിലും ഒന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും. അത് സാബിക്കയ്ക്ക് അതൊരു സംശയം, LP എന്തായിരിക്കും കുറെ പഠിപ്പിക്കാനുണ്ടോ? എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആവില്ലേ, പോകുമ്പോ മനസ്സിലാവാം. അതൊരു എക്സ്പീരിയൻസ്. ഇതെല്ലാം അവര് സപ്പോർട്ട് സ്കൂളിന്റെ സപ്പോർട്ട് നല്ലപോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ചില സ്കൂളുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് പ്രാക്ടീസിന് വരുന്നത്. ഞാനിപ്പോ ഇവിടെ പിന്നെ സ്കൂളിലാണ്, പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. പിന്നെ ഞാനിവിടെ PTA എക്സിക്യൂട്ടീവ് അംഗം. അപ്പൊ പിന്നെ എനിക്ക് അവിടെയാവും കുഴപ്പമില്ല. നല്ല കാര്യം. നമ്മളുടെ ടീച്ചിങ് വേ ആ ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവര് ഭയങ്കര കംഫർട്ടബിൾ ആവും, ടെൻഷൻ ഇല്ല എന്നാണ്. ചില സ്കൂളുകാർ സമ്മതിക്കാത്തത് അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ ഉണ്ടാവും മാനേജ്മെന്റിന്, അതുകൊണ്ടായിരിക്കും. ഒരാള് സമ്മതിച്ചില്ല എന്ന് കരുതി ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, കാരണം അവർക്ക് വല്ല പ്രീവിയസ് ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകും. ആരെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് വന്നിട്ടേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചില സ്കൂളുകാര് പെർമിറ്റ് ചെയ്യാതെ. എന്താ പറയാ സാധാരണഗതിയിൽ എല്ലാരും പെർമിഷൻ കൊടുത്തതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതിന് സ്കൂളിൻ്റെതായ എന്തെങ്കിലും അവരുടേതായ എന്തെങ്കിലും ഇതുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചില സ്കൂളുകൾ. ഓണം കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, ഓണം കഴിഞ്ഞ ശേഷം. എക്സാം ആയില്ലേ, ഇപ്പൊ ഓണം കഴിഞ്ഞ ശേഷം പോവുകയാണെങ്കിൽ അതിന്റെ ടീച്ചിങ് പ്രാക്ടീസിന് ഓക്കെ മതി. അപ്പൊ ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, ശരി. താങ്ക് യു മാം. Thank you, ma'am. Good night, ma'am. Thank you, ma'am.